It's all about the things that we are thinking about the different sides of faith. വിശ്വാസത്തിൻ്റെ പലവിധമായ ഭാഗങ്ങൾ നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിശ്വാസത്തെക്കുറിച്ച് തന്നെയാണ് ദൈവാത്മാവ് എന്നെ ഉണർത്തിയത്. The word I heard this morning is not in my English vocabulary. ദൈവാത്മാവ് എനിക്ക് തന്ന വാക്കെന്ന് പറയുന്നത് ഇതുവരെയും ഞാൻ കേട്ടിട്ടില്ലാത്ത ഒരു ഇംഗ്ലീഷ് വാക്ക് തന്നതുകൊണ്ടാണ്. It is not in my, because my English vocabulary is very limited. എൻ്റെ ഇംഗ്ലീഷിലുള്ള അറിവ് വളരെ പരിമിതമാണ്. പദസഞ്ചയങ്ങൾ വളരെ പരിമിതമാണ്. I just play with a few words putting here and there, and that's how I run my race. ചില വാക്കുകൾ അവിടെ ഇവിടെയൊക്കെ പറഞ്ഞു കൂട്ടിച്ചേർത്തിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെയുള്ളതൊക്കെ ഒപ്പിച്ചു ചേർക്കുന്നത്. But I thank God that people understand. That's the greatest thing. ദൈവത്തോട് ഞാൻ നന്ദി പറയുകയാണ്. എന്തൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് ഇങ്ങനെ മനസ്സിലാകുന്നുണ്ടല്ലോ. So this morning when the Spirit of God woke me up, he gave me a word, empirical faith. എംപിരിക്കൽ ഫെയ്ത്ത് എന്ന് പറയുന്ന ഒരു വാക്ക് പറഞ്ഞുകൊണ്ടാണ് ദൈവാത്മാവ് എന്നെ ഉണർത്തിയത്. ഇത് മലയാളമാണോ ഗ്രീക്കാണോ ഹീബ്രു ആണോ പോലും എനിക്കറിയത്തില്ല. because that word is not in my dictionary. in my dictionary ഞാൻ എവിടുന്ന് കണ്ടുപിടിക്കാം. So I don't know which language it is, because the Spirit of God, I clearly heard this word, empirical faith. ഞാൻ ഈ വാക്ക് കേട്ടപ്പോൾ ഇത് എബ്രായ പദമാണോ ഗ്രീക്ക് പദമാണോ തമിഴാണോ ഹിന്ദിയാണോ ഇതൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ദൈവാത്മാവ് എന്നെ ഉണർത്തിയത് ഈ പദം പറഞ്ഞുകൊണ്ടായിരുന്നു. So I asked the Lord, what is the spelling for this empirical? ഈ എംപിരിക്കൽ ഫെയ്ത്ത് എന്ന് പറയുന്നതിന്റെ സ്പെല്ലിംഗ് എന്താണെന്ന് ഞാൻ കർത്താവിനോട് ചോദിച്ചു. The Spirit of God gave me the spelling for that word. ഈ വാക്കിന്റെ സ്പെല്ലിംഗ് പോലും ദൈവാത്മാവ് എന്നോട് പറഞ്ഞു തന്നു. Because I told you that word is not in my vocabulary. എൻ്റെ ഇംഗ്ലീഷിലെ പദസഞ്ചയത്തിൽ പെടുന്ന ഒരു വാക്കല്ല ഈ പദം എന്ന് പറയുന്നത്. So the Lord told me empirical faith. Preach about the empirical faith. Empirical faith എന്ന് പറയുന്ന ഒരു വാക്കിനെ കുറിച്ചാണ് നീ പ്രസംഗിക്കേണ്ടത് എന്ന് ദൈവാത്മാവ് എന്നോട് പറഞ്ഞു. So I look, thank God for the Google. അപ്പോൾ ഞാൻ ഗൂഗിളിൽ തപ്പി നോക്കി, ഗൂഗിളിനായി നന്ദി പറയുകയാണ്. There is a word called empirical faith. Empirical faith എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. So I just wanted to know what it is. അപ്പോൾ ഇതെന്താണ് എന്ന് ഞാൻ പരിശോധിച്ചു നോക്കി. It's the faith that you have through your experiences. അനുഭവങ്ങളിൽ കൂടി നാം പ്രാപിക്കുന്ന ഒരു വിശ്വാസമുണ്ടല്ലോ, ആ വിശ്വാസത്തെയാണ് എംപിരിക്കൽ ഫെയ്ത്ത് എന്ന് പറയുന്നത്. So there are two types of faith. രണ്ട് തരത്തിലുള്ള വിശ്വാസങ്ങളുണ്ട്. One is empirical faith. ഒന്ന് എംപിരിക്കൽ ഫെയ്ത്ത് എന്ന് പറയുന്ന അനുഭവങ്ങൾ കൂടി നാം പ്രാപിച്ച വിശ്വാസം. Then I wanted to know what is the opposite of the empirical faith. അപ്പോൾ ഈ അനുഭവങ്ങൾ കൂടി പ്രാപിച്ച വിശ്വാസത്തിന്റെ എതിർവശം എന്താണെന്ന് ഞാൻ പരിശോധിച്ചു. It is non-empirical faith. അതിനെയാണ് അനുഭവമില്ലാത്ത വിശ്വാസം. Thank God for the Holy Spirit. പരിശുദ്ധാത്മാവിനെ ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. Because Jesus said, യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, the Holy Spirit will teach you. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ഉപദേശിച്ചു തരും. Whatever you have to know, the Holy Spirit will teach you. നിങ്ങൾക്ക് എന്താണോ അറിയേണ്ടത് അതിനെ പരിശുദ്ധാത്മാവ് ഉപദേശിക്കും. So this morning I got two new words in my dictionary. അതുകൊണ്ട് തന്നെ ഇന്ന് എൻ്റെ പദസഞ്ചയത്തിൽ രണ്ട് വാക്കുകളാണ് കടന്നു വന്നത്. Empirical faith and non-empirical faith. Empirical faith എന്ന് പറയുന്ന അനുഭവത്തിൽ കൂടി നാം പ്രാപിക്കുന്ന വിശ്വാസവും അനുഭവത്തിൽ കൂടി പ്രാപിക്കാത്ത വിശ്വാസവും. Empirical faith is based on your experience. അനുഭവത്തിൽ കൂടി എംപിരിക്കൽ ഫെയ്ത്ത് എന്ന് പറയുന്നത് അനുഭവത്തിൽ കൂടി നാം പ്രാപിക്കുന്ന ആർജിച്ചെടുക്കുന്ന വിശ്വാസമാണ്. Something you tested and you learned something, and now every time you test this will happen. നീ തൊട്ട് പ്രാപിക്കുന്ന അനുഭവം, അതിനെയാണ് എംപിരിക്കൽ ഫെയ്ത്ത് എന്ന് പറയുന്നത്. Or empirical faith is the experience that you receive through your five senses. പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടി നമ്മുടെ മേൽ പ്രാപിക്കപ്പെടുന്ന അനുഭവിക്കുന്ന ഒരു വിശ്വാസമാണ് എംപിരിക്കൽ ഫെയ്ത്ത്. That comes through when you touch or smell or see or taste or hear. നിങ്ങൾ തൊടുമ്പോൾ, നിങ്ങൾക്ക് മണക്കുമ്പോൾ, നിങ്ങൾ കാണുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അനുഭവിക്കപ്പെടുന്ന ഒരു വിശ്വാസമാണ് എംപിരിക്കൽ ഫെയ്ത്ത്. When you go through all these life experiences, you get a faith out of that. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ കൂടി നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾ പ്രാപിക്കുന്ന അനുഭവങ്ങളിൽ കൂടി നിങ്ങൾക്ക് കിട്ടുന്ന വിശ്വാസമാണ്, നിങ്ങൾ ആർജിച്ചെടുക്കുന്ന ഒരു വിശ്വാസമാണ് എംപിരിക്കൽ ഫെയ്ത്ത് എന്ന് പറയുന്നത്. Apostle says that. അപ്പോസ്തലന്മാർ ഇങ്ങനെയാണ് അതിനെ പറയുന്നത്. What we touched, what we heard, what we have seen is what we are going to share with you. ഞങ്ങൾ കണ്ടതും കേട്ടതും
അനുഭവിച്ചറിഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളെ ഞങ്ങൾ നിങ്ങളോട് പ്രസ്താവിക്കുന്നു എന്ന് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നു. The faith generated out of your experience. വിശ്വാസം നിങ്ങൾ ആർജിച്ചെടുക്കുന്നത് നിങ്ങളുടെ അനുഭവങ്ങളിൽ നിന്നാണ്. There is a faith like that. അങ്ങനെയുള്ള ഒരു വിശ്വാസമുണ്ട്, അനുഭവങ്ങളിൽ നിങ്ങൾ ചാലിച്ചെടുക്കുന്ന വിശ്വാസം. You know that it is going to happen in such a way because of your past experiences in your life. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കണ്ടതും നിങ്ങൾ അനുഭവിച്ചറിഞ്ഞതുമായിട്ടുള്ള സാഹചര്യങ്ങളെ നിങ്ങൾ ഒത്തുനോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് സംഭവിക്കും എന്നുള്ള ഉറപ്പ് നിങ്ങൾ പ്രാപിക്കുന്നതാണ് ഇംപീരിയൽ ഫെയ്ത്ത് എന്ന് പറയുന്നത്. It is not wrong. Nothing is wrong with that type of faith. അതുകൊണ്ട് അങ്ങനെയുള്ള വിശ്വാസത്തിന് തെറ്റൊന്നുമില്ല അങ്ങനെ വിശ്വസിക്കുന്നത്. That type of faith even the believers and non-believers can have. അങ്ങനെയുള്ള വിശ്വാസം വിശ്വാസികൾക്കും കാണും അവിശ്വാസികൾക്കും ഇംപീരിയൽ ഫെയ്ത്ത് കാണും. They can have from their experiences they develop a faith. വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും ഒരുപോലെ തങ്ങളുടെ അനുഭവങ്ങളിൽ നിന്നും അവർ പ്രാപിച്ചെടുക്കുന്ന വിശ്വാസങ്ങളുണ്ട്. But there is another faith. It is another faith called non-empirical faith. അനുഭവങ്ങളിൽ നിന്നല്ലാത്ത മറ്റൊരു വിശ്വാസവുമുണ്ട്. That is non-empirical faith. അതിനെയാണ് അനുഭവങ്ങളിൽ നിന്നല്ലാത്ത വിശ്വാസം എന്ന് പറയുന്നത്. The first faith is approved even by science. ആദ്യത്തെ വിശ്വാസം എന്ന് പറയുന്ന അനുഭവങ്ങളിൽ നിന്നും ചാലിച്ചെടുത്ത വിശ്വാസം എന്ന് പറയുന്നത് ശാസ്ത്രം പോലും അതിനെ തെളിയിച്ചിട്ടുണ്ട്. That's why science believe that for every effect there is a cause. ശാസ്ത്രം പറയുന്നു എല്ലാ കാര്യത്തിനും ഒരു കാരണമുണ്ടെന്നുള്ളത്. Because that's what they have seen it. അതിനെയാണ് ശാസ്ത്രം കണ്ടിരിക്കുന്നത്. That's what everything that comes out of that faith can go through experiments. ആ വിശ്വാസത്തിൽ നിന്നും കടന്നു വരുന്നതെല്ലാം അനുഭവങ്ങളിൽ കൂടി കടന്നു വരുന്നതാണ്. The science can test it and prove it. ശാസ്ത്രം അതിനെ തൊട്ടും കണ്ടും അതിനെ തെളിയിച്ചും കൊണ്ടിരിക്കുന്നു. That's what is called a scientific faith. അതിനെയാണ് ശാസ്ത്രീയ വിശ്വാസം എന്ന് പറയുന്നത്. Or rational faith. ബുദ്ധിപരമായ വിശ്വാസം. ബൗദ്ധികമായിട്ടുള്ള വിശ്വാസം. Everybody can experience it. എല്ലാവർക്കും അതിനെ അനുഭവിക്കുവാൻ കഴിയും. Everyone can have this experience when they touch, smell or see, look into it. ആ വിശ്വാസത്തെ നമുക്ക് തൊടുന്നതിൽ കൂടെ കാണുന്നതിൽ കൂടെ മണക്കുന്നതിൽ കൂടെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടെ നമുക്ക് അനുഭവിച്ചറിയുവാൻ കഴിയും. Apostle Thomas is saying like this. അപ്പോസ്തലനായ തോമസ് ഇങ്ങനെയാണ് പറയുന്നത്. I will believe if I will touch, if I will know, if I will see all these things. യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ വിശ്വസിക്കാം, പക്ഷേ ഞാൻ കണ്ടാൽ വിശ്വസിക്കാം, ഞാൻ തൊട്ടാൽ വിശ്വസിക്കാം, എൻ്റെ മുമ്പിൽ വരുമ്പോൾ ഞാൻ വിശ്വസിക്കാം. Because that's what he wanted to develop. That's why he wanted to base his faith in that empirical experiences. അനുഭവത്തിലുള്ള വിശ്വാസത്തെ താൻ അടിസ്ഥാനപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കണമെങ്കിൽ ഞാൻ കാണണം, I have to touch him. ഞാൻ യേശുവിനെ തൊടണം. I have to see him. ഞാൻ യേശുവിനെ കാണണം. I have to hear his voice. ഞാൻ യേശുവിന്റെ ശബ്ദം കേൾക്കണം. It's all should come from my experiences. ഇതെന്റെ അനുഭവങ്ങളിൽ കൂടി ഞാൻ പ്രാപിച്ചാൽ മാത്രമേ എനിക്ക് വിശ്വസിക്കുവാൻ കഴിയൂ. There are many believers even today in the church. നമ്മുടെ ക്രിസ്തീയ ഗോളത്തിലും നമ്മുടെ സഭകളിലും അങ്ങനെയുള്ള പല വിശ്വാസികളുമുണ്ട്. Even some pastors are like that. ചില ദൈവദാസന്മാരും അങ്ങനെയാണ്. They will believe only when they see certain things. ചില കാര്യങ്ങൾ അവർ കണ്ടാൽ മാത്രമേ അവർക്ക് വിശ്വസിക്കുവാൻ കഴിയത്തുള്ളൂ. But God is calling his church to go to the next level of non-empirical faith. പക്ഷേ ദൈവം സഭയെയും വിശ്വാസികളെയും കുറിച്ച് ഉദ്ദേശിക്കുന്നതും അവരെ വിളിക്കുന്നതും എങ്ങനെയാണെന്ന് അറിയാമോ? മറ്റു തരത്തിലുള്ള ഒരു വിശ്വാസത്തെ പ്രാപിക്കുവാനാണ്. അടുത്ത തരത്തിലുള്ള വിശ്വാസം. That faith comes through revelation. ആ വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് വെളിപ്പാട് മുഖേനയാണ്. That faith comes from revelation. അത് വെളിപ്പാട് മുഖേന പ്രാപിക്കേണ്ട വിശ്വാസമാണ്. That's why Jesus told Apostle Thomas. അതുകൊണ്ടാണ് യേശു കർത്താവ് അപ്പോസ്തലനായ തോമസിനോട് ഇങ്ങനെ പറഞ്ഞത്. You believe in my resurrection because you have seen me. നീ എൻ്റെ ഉയർപ്പിനെ വിശ്വസിക്കുന്നത് നീ കണ്ടതുകൊണ്ടാണ്. But blessed are those who believed without seeing me. പക്ഷെ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. We are more blessed than Apostle Thomas. അപ്പോസ്തലനായ തോമസിനെക്കാളും ഭാഗ്യം ലഭിച്ചത് ആർക്കെന്നറിയാമോ? യേശുവിനെ കാണാതെ വിശ്വസിക്കുന്ന നമ്മളാണ്. We haven't seen the resurrected Jesus through our natural eyes. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ നമ്മുടെ നഗ്നമായ നേത്രങ്ങൾ കൊണ്ട് നാം ഇതുവരെയും കണ്ടിട്ടില്ല. We haven't seen his audible voice through our natural ears. പ്രകടമായിട്ടുള്ള യേശുവിന്റെ ശബ്ദം നമ്മുടെ മാനുഷിക
കാതുകൾ കൊണ്ട് നാം ഇതുവരെയും കേട്ടിട്ടില്ല. We haven't touched him with his human hands. നമ്മുടെ മാനുഷികമായ കരങ്ങൾ കൊണ്ട് യേശുവിന്റെ ശരീരത്തിൽ നാം തൊട്ടിട്ടില്ല. We are more blessed than the 12 apostles who walked with Jesus. യേശുവിനോടൊപ്പം നടന്ന 12 അപ്പോസ്തലന്മാരെക്കാളും ഭാഗ്യം വരിച്ചത് നാം തന്നെയാണ്. Jesus himself said, യേശു തന്നെ പറഞ്ഞിരിക്കുന്നു, blessed are those who believed in him. തന്നിൽ കാണാതെ വിശ്വസിക്കുന്നവർ ഏറ്റവും ഭാഗ്യവാന്മാർ. We believe that he is a resurrected God. യേശു ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കാണാതെ വിശ്വസിക്കുന്നവരാണ് And the നാം. Lord says, blessed are those who believed him without seeing him. കാണാതെ യേശു കർത്താവിന്റെ ഉയർപ്പിൽ യേശുവിലും വിശ്വസിക്കുന്ന നാമാണ് ഭാഗ്യവാന്മാർ. Our faith is not based upon the empirical experiences. നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് അനുഭവങ്ങളിൽ മാത്രം ചാലിച്ചെടുത്ത വിശ്വാസമായിരിക്കരുത്. It is more beyond that level. ആ ഒരു തലത്തെക്കാളും അടുത്തൊരു തലമാണ് നമ്മുടെ വിശ്വാസമായിരിക്കേണ്ടത്. I want to bring a man from the book of Hebrews, chapter 11. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൽ നിന്ന് ഒരു മനുഷ്യനെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുവാൻ ഞാൻ A man ആഗ്രഹിക്കുകയാണ്. who had an non-empirical faith. അനുഭവങ്ങളിൽ നിന്നും ചാലിച്ചെടുത്ത വിശ്വാസത്തിന്റെ അടുത്ത തലത്തിൽ ദൈവത്തോടുള്ള വിശ്വാസത്തെ പാലിച്ച ഒരു മനുഷ്യൻ. His name is Noah. അവന്റെ പേരാണ് നോഹ. He got a revelation from God one day. ദൈവത്തിൽ നിന്നും താൻ ഒരിക്കൽ ഒരു വെളിപ്പാട് പ്രാപിച്ചു. God is going to send the rain and destroy or judge the world. ഞാൻ ഈ ഭൂമിയിൽ മഴ പെയ്ച്ച് ഈ ലോകത്തെ ആകെ നശിപ്പിക്കാൻ പോകുന്നു എന്ന് ഒരു വെളിപ്പാട് നോഹ പ്രാപിക്കുകയാണ്. Rain, what it is, no idea. നോഹയ്ക്ക് മഴയുമില്ല, മഴ എന്താണെന്നുള്ള ഒരു കാര്യവും നോഹയ്ക്ക് അറിയത്തില്ല. Rain, what is rain? ദൈവം പറയുന്നു മഴ, എന്തോ മഴ. And God says, I am going to send the rain and make flood to this world and destroy and wipe out all humanity. മഴയാ ഞാനൊരു ജലപ്രളയം ഉണ്ടാക്കിയിട്ട് ഈ മനുഷ്യരെ മുഴുവൻ കൊന്നൊടുക്കുമെന്ന് ദൈവാത്മാവ് പറയുകയാണ്. Non-empirical faith is beyond your reasoning. Non-empirical faith എന്ന് പറയുന്നത് നമ്മുടെ കാരണങ്ങളെക്കാളും അധികമായി വിശ്വസിക്കേണ്ടതാണ്. Beyond your reasoning, നിന്റെ ബുദ്ധിമണ്ഡലത്തിന് അപ്പുറമായി പരിവർത്തിക്കുന്ന ഒന്നാണ് ഈ വിശ്വാസം എന്ന് പറയുന്നത്. And God wants his people should have that. വിശ്വാസഗണത്തോട് ദൈവം ഉദ്ദേശിക്കുന്നതും ദൈവം ആഗ്രഹിക്കുന്നതും അങ്ങനെയുള്ള വിശ്വാസത്തിന്റെ തലത്തിലേക്ക് കടക്കണമെന്നാണ്. Even in the Old Testament there were people who walked in that level. അങ്ങനെയുള്ള ഒരു വിശ്വാസത്തിന്റെ തലത്തിലേക്ക് നടന്ന പഴയ നിയമ ഭക്തന്മാരെ നമുക്ക് കാണുവാൻ കഴിയും. And Noah is one of that person. നോഹ അതിലൊരു മനുഷ്യനായിരുന്നു. You know, if faith is something that I can keep inside and if it is not something that people should see from me, it is easy to lead a faith like that. അതായത് വിശ്വാസം എൻ്റെ ഉള്ളിലുണ്ട്, മറ്റുള്ളവർ ആരും കാണാൻ പാടില്ല എന്നുള്ള തരത്തിലുള്ള വിശ്വാസത്തെ നമുക്ക് നയിക്കുവാൻ വളരെ എളുപ്പമാണ്. എൻ്റെ ഉള്ളിലുള്ള വിശ്വാസം എന്തുവാന്ന് വേറെ ആരും കാണത്തില്ല, അറിയത്തില്ലെങ്കിൽ അങ്ങനെ ഒരു വിശ്വാസിയായിരിക്കാൻ വളരെ എളുപ്പമാണ്. Everybody likes to be a believer like that because nobody is not going to know what type of faith I carry. എന്ത് തരത്തിലുള്ള വിശ്വാസമാണ് എന്നിലുള്ളത് എന്ന് മറ്റാരും അറിയാതിരിക്കുന്നിടത്തോളം കാലം ആ വിശ്വാസ ജീവിതം നയിക്കുക എന്ന് പറയുന്നത് എളുപ്പമാണ്. Or in the second manner or the second level, മറ്റൊരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, if my faith is only in and around in my family, okay, I can do that. എൻ്റെ വിശ്വാസ ജീവിതം എൻ്റെ കുടുംബത്തിനകത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നാണെങ്കിൽ ആ വിശ്വാസം കുഴപ്പമില്ല. You know, I can do that. ആ വിശ്വാസത്തിൽ പോകുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. But when it comes to a public thing, public level that visible to everybody, പക്ഷെ എല്ലാവർക്കും പൊതുവായി കാണാവുന്ന രീതിയിലാണ് നിങ്ങളുടെ വിശ്വാസമെങ്കിൽ that is very tough. ആ വിശ്വാസം എന്ന് പറയുന്നത് ഇച്ചിരി കഠിനമാണ്. Nobody likes to have that type of faith and that type of faith life. എല്ലാവരും കാണുകയുള്ള ഒരു വിശ്വാസം, ആ തരത്തിലുള്ള വിശ്വാസ ജീവിതം നയിക്കുക എന്ന് പറയുന്നത് ആർക്കും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ്. Everybody is saying, I want to keep my faith inside, I don't want to bother anybody, why should I trouble with others with my faith? എല്ലാവരും പറയും എൻ്റെ വിശ്വാസം എന്നിൽ തന്നെ അടങ്ങിയിരിക്കട്ടെ, എൻ്റെ വിശ്വാസം കൊണ്ട് ഞാൻ എന്തിനാണ് മറ്റുള്ളവരെ അസഹ്യപ്പെടുത്തുന്നത്, ശല്യപ്പെടുത്തുന്നത് എന്നുള്ള നിലവാരത്തിൽ നാം വിശ്വാസത്തെ ചുരുക്കിക്കളയാറുണ്ട്. You know, God knows what I believe, so I myself and God is enough. You know, that Christian faith is not a faith that you can keep inside you. എൻ്റെ വിശ്വാസം എന്നിൽ തന്നെ അടങ്ങിയിരിക്കട്ടെ, എൻ്റെ വിശ്വാസം എത്രത്തോളമാണെന്ന് ദൈവത്തിന്. പക്ഷെ ക്രിസ്തീയ വിശ്വാസം അങ്ങനെയുള്ള ഒരു ടൈപ്പ് വിശ്വാസം അല്ല. Christian faith is visible. ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത്
പ്രകടമാണ്, ദൃശ്യമായതാണ്. People can see what you believe through the lifestyle you lead. നീ ജീവിക്കുന്ന ജീവിത രീതിയിൽ കൂടെ നീ ഏത് തരത്തിലുള്ള വിശ്വാസിയാണ് എന്ന് മറ്റുള്ളവർ കാണുന്ന രീതിയിലായിരിക്കണം നിന്റെ വിശ്വാസ Your ജീവിതം. actions will prove what you believe. നിന്റെ പ്രവർത്തികൾ കാണിക്കുന്നത് നീ എന്തിലാണ് വിശ്വസിക്കുന്നത് എന്ന് നിന്റെ പ്രവർത്തികൾ കാണിച്ചു Your കൊടുക്കും. words will declare what you believe. ഏത് തരത്തിലുള്ള വിശ്വാസിയാണ് നീ എന്നും നീ ഏതിലാണ് വിശ്വസിക്കുന്നത് എന്നും നീ പറയുന്ന വാക്കുകളിൽ Your പ്രകടമായിരിക്കും. lifestyle will prove what your faith is. നീ ഏത് തരത്തിലുള്ള വിശ്വാസിയാണ് നീ എന്നും എന്തിനാണ് നീ വിശ്വസിക്കുന്നത് എന്നും നിന്റെ ജീവിതം സാക്ഷ്യം പറയും. In the Gospels we read, സുവിശേഷ- 4 men carried a paralyzed man to Jesus. സുവിശേഷങ്ങളിൽ നാം വായിക്കുന്ന ഒരു കാര്യമുണ്ട്. 4 ആളുകൾ കൂടി ചേർന്ന് ഒരു പക്ഷവാത രോഗിയെ യേശുവിന്റെ അടുക്കലേക്ക് മേൽക്കൂര തുരന്ന് കൊണ്ടുവരികയാണ്. And Bible says, വേദപുസ്തകം പറയുന്നു, Jesus saw their faith. വേദപുസ്തകം പറയുന്നു അവരുടെ വിശ്വാസം യേശു കണ്ടിട്ട്, Jesus saw their faith. യേശു അവരുടെ വിശ്വാസം കണ്ടു. In the book of Acts, while Paul was preaching to the crowd, അപ്പോസ്തല പ്രവൃത്തികളിൽ ജനത്തോട് പൗലോസ് സംസാരിച്ചു there കൊണ്ടിരിക്കുന്നു. was a man who had a faith to receive healing. സൗഖ്യം പ്രാപിക്കാൻ മനസ്സൊരുക്കമുള്ള ഒരു മനുഷ്യനെ പൗലോസ് അവിടെ കാണുക. And he saw his faith and asked him to get up, rise up and walk. അവന് സൗഖ്യം പ്രാപിക്കാനുള്ള വിശ്വാസമുണ്ടെന്ന് കണ്ടിട്ട്. So faith is visible. വിശ്വാസം എന്ന് പറയുന്നത് ദൃശ്യമായതാണ്. People can see what you believe through your actions. നിങ്ങളുടെ പ്രവർത്തനത്തിൽ കൂടി നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത് എന്ന് മറ്റുള്ളവർക്ക് കാണുവാൻ കഴിയും. Here Noah received a word from the Lord. ഇവിടെ നോഹ കർത്താവിൽ നിന്ന് ഒരു വെളിപ്പാട് പ്രാപിക്കുകയാണ്. You know, God is going to destroy and judge the world ജലപ്രളയത്താൽ ദൈവം ഈ ലോകത്തെ ന്യായം വിധിക്കാൻ പോവുകയാണ്. through rain. മഴയാൽ, ജലപ്രളയത്താൽ. And God told him that I want to rescue you and your family, so you have to make, and some animals and the birds, so you have to make an ark for your salvation. നോഹയോട് ദൈവം പറയുകയാണ്, ഞാൻ നിന്റെയും നിന്റെ കുടുംബത്തെയും രക്ഷിക്കാൻ പോവുകയാണ്. നീ ചില പക്ഷി മൃഗങ്ങളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു പെട്ടകമുണ്ടാക്കി അതിലേക്ക് കടക്കണം. അവരെ ചേർത്ത് പെട്ടകം ഉണ്ടാക്കാനല്ല, അവർക്ക് കൂടെ കയറാൻ വേണ്ടി പെട്ടതാണ്. Okay. So Noah simply believed it. നോഹ വിശ്വസിച്ചു. No rain at that moment. ആ കാലഘട്ടത്തിൽ മഴയില്ല. Utter foolishness. അത് വിശ്വസിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ വിഡ്ഢിത്തമാണ്. And also make a big ark. ഇനി മഴ വരുമെന്ന് പ്രതീക്ഷിച്ചിട്ട് ഒരു വലിയ പെട്ടകവും പണിയുകയാണ്. And God gave the details of the ark. ഇനി പെട്ടകം പണിയാനായിട്ട് ദൈവം അതിന്റെ ഡീറ്റെയിൽസും കൊടുക്കുകയാണ്, എങ്ങനെ പണിയണമെന്ന്. What type of wood it has to be used. ഏത് മരം കൊണ്ട് പണിയണം, how it has to be decorated, and how he has to do everything in such a way that the water should not enter into that ark. വെള്ളം ഈ പെട്ടകത്തിൽ കടക്കാത്ത രീതിയിൽ എങ്ങനെ അത് രൂപപ്പെടുത്തിയെടുക്കണം, പണിയണമെന്നുള്ള വളരെ വിശദമായ വിവരങ്ങൾ. How many floors it should have, എത്ര നില അതിന് വേണമെന്ന്, where they have to put the windows, എവിടെ അതിന് ജനൽ പണിയണമെന്ന്, everything is given. എല്ലാവിധമായിട്ടുള്ള കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് ദൈവം നോഹയ്ക്ക് നൽകി കൊടുക്കുകയാണ്. But the faith of Noah was non-empirical. പക്ഷെ നോഹയുടെ വിശ്വാസം എന്നത് നോൺ എംപിരിക്കൽ ഫെയ്ത്ത് ആയിരുന്നു. Not based on the experiences. അനുഭവങ്ങളിൽ കൂടി താൻ കണ്ടതും കേട്ടതും അനുഭവിച്ചറിഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നില്ല തൻ്റെ വിശ്വാസം. None of his predecessors had said or experienced these things that Noah is going to do. തൻ്റെ പൂർവ്വപിതാക്കന്മാർ പോലും അനുഭവിച്ചറിഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളായിരുന്നു ഇതൊക്കെ. He obeyed the Lord. അങ്ങനെയാണെങ്കിലും കാണാത്ത കാര്യങ്ങളിൽ ദൈവത്തിൽ നോഹ വിശ്വസിച്ചു, ദൈവത്തെ അനുസരിച്ചു. Completely trusted God. സമ്പൂർണ്ണമായി ഒരു ദൈവാശ്രയമുള്ള ഒരു മനുഷ്യൻ. That is non-empirical faith. അതിനെയാണ് നോൺ എംപിരിക്കൽ ഫെയ്ത്ത് എന്ന് പറയുന്നത്, വിശ്വാസത്തിന്റെ ഒരു അടുത്ത തലം. No previous experience. യാതൊരു മുൻകാല അനുഭവങ്ങളില്ല. Not even the previous generation. മുൻ തലമുറയിൽ പോലും ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരു കാര്യത്തിലാണ് നോഹ വിശ്വസിക്കുന്നത്. And he obeyed. കണ്ടിട്ടില്ലെങ്കിലും acted on the things what he received from God.
കണ്ടിട്ടില്ലെങ്കിലും അനുഭവിച്ചറിഞ്ഞിട്ടില്ലെങ്കിലും ദൈവത്തിൽ നിന്നാണ് ഞാനിത് പ്രാപിച്ചത് എന്നുള്ള ഉറപ്പ് നോഹയ്ക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് താൻ സമ്പൂർണ്ണമായി ദൈവത്തെ അനുസരിക്കുവാനിടയായി. നോൺ എംപിരിക്കൽ ഫെയ്ത്ത്. നോൺ എംപിരിക്കൽ ഫെയ്ത്ത് എന്ന് പറയും 100% ഫ്രം ഗോഡ്. 100% ദൈവത്തിൽ നിന്ന് വരുന്ന കാര്യം. 100% received from the Lord. ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതാ. 100% അതിനൊരു ഉറപ്പുണ്ട്. How can you identify a person who has empirical faith and non-empirical faith? അനുഭവങ്ങളിൽ നിന്നും ചാലിച്ചെടുത്ത വിശ്വാസമുള്ള ഒരു മനുഷ്യനെയും അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത തലത്തിൽ അനുഭവങ്ങൾ കൂടിയല്ല ദൈവം പറയുന്നത് കൊണ്ട് ഞാൻ വിശ്വസിക്കും എന്ന് പറയുന്ന മനുഷ്യരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? The person who receives the non-empirical faith will do unique things what the others has never done. വിശ്വാസത്തിൻ്റെ അടുത്ത തലങ്ങളിലേക്ക് ചലിക്കുന്ന മനുഷ്യരാണ് ദൈവത്തിൽ നിന്നും അസാധാരണമായ സംഗതികളെ ചെയ്തെടുക്കുന്നത്. They don't look into the examples in the history. അതുകൊണ്ട് തന്നെ അവർ കാര്യങ്ങളെ നേടുവാൻ കൈകാര്യം ചെയ്യുവാൻ ചരിത്രത്തിലെ മുൻവശങ്ങളെ അവർ നോക്കാറില്ല. They don't look into the church history. സഭാചരിത്രത്തെ അവർ നോക്കാറില്ല. സഭാചരിത്രത്തിൽ ഇങ്ങനെ എപ്പോഴെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് പോലും അവർ പരിശോധിക്കാറില്ല. They never look into the history to get a support from the history. എൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തെ ഒന്ന് സഹായിക്കുവാൻ ഞാനൊന്ന് ചരിത്രത്തെ ഒന്ന് പരതി നോക്കട്ടെ എന്ന് പോലും അവർ പരിശോധിക്കാറില്ല. But they have a full confidence that they received from the Lord. ഇതിൻ്റെയൊക്കെ മധ്യത്തിലും ഞാൻ ദൈവത്തിൽ നിന്നാണ് പ്രാപിച്ചത്, ദൈവമാണ് എന്നോട് ഇത് വെളിപ്പെടുത്തിയത് എന്നുള്ള ഒരു ഉറപ്പ് ഈ ഭക്തന്മാർക്കുണ്ടായിരിക്കും. And their life is fashioned after that faith. ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയതായിരിക്കും അവരുടെ മൊത്തം ജീവിത രീതിയും. Their talk is based on that faith. അവരുടെ ഭാഷണങ്ങളും അവരുടെ സംസാരങ്ങളും എല്ലാം ആ വിശ്വാസത്തിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും. Their actions are based on that faith. അവരുടെ ചലനങ്ങളും അവരുടെ പ്രവൃത്തികളും എല്ലാം ആ വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും. And this morning God wants his church to move to that level. അങ്ങനെയുള്ളൊരു വിശ്വാസത്തിൻ്റെ തലത്തിലേക്ക് സഭ എഴുന്നേറ്റ് വരണം, ചലിക്കണമെന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. And Jonah stands as a shadow for the church who can walk in faith with supernatural words of God. അത്ഭുതകരമായ ദൈവിക പദ്ധതികളിലേക്ക് എങ്ങനെയാണ് നടന്നു നീങ്ങുന്നത് എന്നുള്ളതിൻ്റെ ഒരു നിഴലായിരിക്കുന്നു നോഹ. Yeah. And God wants us to have that type of faith. അങ്ങനെയുള്ളൊരു വിശ്വാസത്തിൻ്റെ തലത്തിലേക്ക് നാം കടക്കണമെന്നാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. The first one is good. ആദ്യത്തെ വിശ്വാസം നല്ലതാണ്. But it is time to graduate from that level to the higher level. പക്ഷേ ആ വിശ്വാസത്തിൻ്റെ തലത്തിൽ നിന്നും ഉയർന്ന ഒരു തലത്തിലേക്ക് നാം ആ പരീക്ഷയെ പാസ്സാകണമെന്നാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. Shall we stand in the presence? നമുക്ക് എല്ലാവർക്കും കർത്തസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. So this morning, this is my question. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം ഇതാണ്. What type of faith you have? ഏത് തരത്തിലുള്ള വിശ്വാസമാണ് നിങ്ങളുടെ ജീവിതത്തിലുള്ളത്? Is it an empirical faith or a non-empirical faith? അനുഭവങ്ങളിൽ കൂടി നിങ്ങൾ പ്രാപിച്ച വിശ്വാസമാണോ അതോ അനുഭവങ്ങളെക്കാൾ അധികമായി ദൈവാത്മാവ് നിങ്ങളോട് പറയുന്നത് ഞാൻ വിശ്വസിക്കും എന്ന തരത്തിലുള്ള അടുത്ത തരത്തിലുള്ളൊരു വിശ്വാസമാണോ നിങ്ങൾക്കുള്ളത്? Close our eyes. നമുക്ക് എല്ലാവർക്കും കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. Loving Heavenly Father, ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, thank you for opening our eyes to see the two levels of faith. വിശ്വാസത്തിൻ്റെ രണ്ട് തലങ്ങളെക്കുറിച്ച് അറിയുവാൻ ഞങ്ങളുടെ കണ്ണുകളെ അങ്ങ് തുറന്നതിനായി സ്തോത്രം. And we want to move to the non-empirical level. കർത്താവേ, വിശ്വാസത്തിൻ്റെ ഒരു അടുത്ത തലത്തിലേക്ക് കാണാതെ വിശ്വസിക്കുന്ന ഒരു കൂട്ടത്തിൻ്റെ നടുവിലേക്ക് ഞങ്ങളും ചേരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. We want to move to that level. ആ ഒരു തലത്തിലേക്ക് ഞങ്ങൾ എത്തിച്ചേരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. And we see many other people followed the കർത്താവേ, footsteps of Noah. നോഹയുടെ കാൽപാദങ്ങളെ പിന്തുടരുന്ന ഒത്തിരി അനേകം വിശ്വാസ സമൂഹത്തെ ഞങ്ങൾ കാണുകയാണ്. Looking for an unseen world. കർത്താവേ, കാണപ്പെടാത്ത ഒരു ലോകത്തെ കാണുക, ലോകത്തിന് വേണ്ടി നോക്കി പാർത്തുകൊണ്ട് believing what God said in their life. ദൈവം ഞങ്ങളോട് പറഞ്ഞത് വിശ്വസിച്ചുകൊണ്ട് കാണാത്ത ഒരു ലോകത്തെ നോക്കി കാണുന്ന ഒരു ജനമായി. God, in this generation we want to live like that. ഈ തലമുറയിൽ അങ്ങനെയുള്ളൊരു ജനക്കൂട്ടമായി ജീവിക്കുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. In Jesus' name we pray. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. Amen. Amen. Amen.